അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 5ാം ക്ലാസ് അഖീദ പാഠം 4 അൽ കറാമത്തു എന്നാണ് പാഠഭാഗത്തിൻ്റെ പേര്. നമുക്കാദ്യം പാഠഭാഗം നോക്കാം. വലിയ എന്ന പദത്തിൻ്റെ ബഹുവചനമാണ് ഔലിയാഹ്. മഹാത്മാക്കൾക്ക് ഔലിയാഹ് എന്ന് നാം പറയുന്നു. അള്ളാഹുവിന് സാധ്യമാകും വിധം മനസ്സിലാക്കുകയും സൽക്കർമ്മങ്ങളിൽ നിന്ന് മുഴുകുകയും തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്നവരാണ് ഔലിയാക്കൾ. അള്ളാഹുവിൻ്റെ ഇഷ്ടവും സംതൃപ്തിയും ലഭിച്ചവരാണവർ. യാതൊരു വിധം ഭയവും ദുഃഖവും അവർക്കുണ്ടാകില്ല. അള്ളാഹു തആല പറയുന്നു, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അറിയുക, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് യാതൊരു ഭയവും ദുഃഖവും ഉണ്ടാവുകയില്ല. ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങൾക്ക് കറാമത്ത് എന്ന് പറയുന്നു. ഔലിയാക്കളെ നാം സ്നേഹിക്കുകയും ആദരിക്കുകയും വേണം. അവരെ അവമതിക്കുന്ന വാക്കുകളോ പ്രവൃത്തികളോ നമ്മിൽ നിന്ന് ഉണ്ടായിക്കൂടാ. അള്ളാഹു പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ധരിക്കുന്നു, മൻ ആദലി വലിയം ഫഖദ് ആദൻതുഹു ബിൽ ഹർബി. എൻ്റെ വലിയനോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഈജിപ്ത് കീഴടക്കി അംറു ബിനുൽ ഹാസ് റളിയല്ലാഹു അൻഹുവിനെ അവിടെ ഗവർണറായി നിയമിച്ചു. ഭരണം മംഗങ്ങളുമായി മുമ്പോട്ട് പോകുന്നു. അതിനിടെ അവിടുത്തെ ജനങ്ങൾ അംറു ബിനുൽ ഹാസ് റളിയല്ലാഹു അൻഹുവിനോട് ഇപ്രകാരം പറഞ്ഞു, നൈൽ നദിക്ക് ഒരു പതിവുണ്ട്. ഓരോ വർഷവും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ അണിഞ്ഞൊരുക്കി നൈലിൽ ഇടണം. എങ്കിൽ മാത്രമേ അത് ഒഴുകൂ. ഇപ്പോൾ അതിൻ്റെ സമയമാണ്. അംറു ബിനു അൽ ഹാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പരിശുദ്ധ ഇസ്ലാം അത് അനുവദിക്കുന്നില്ല. പതിവ് പോലെ അത് ലഭിക്കാത്തതിനാൽ നൈൽ നദിയുടെ ഒഴുക്ക് നിന്നു. ജനങ്ങൾ ഭയപ്പെട്ടു. ഗവർണർ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന് കത്തെഴുതി. ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു ഒരു കത്ത് കൊടുത്തയക്കുകയും അത് നൈൽ നദിയിൽ ഇടാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ആ കത്ത് നൈൽ നദിയിൽ ഇട്ട ഉടൻ തന്നെ നൈൽ ഒഴുകാൻ തുടങ്ങി. പിന്നീട് അതിൻ്റെ ഒഴുക്ക് ഒരിക്കലും നിലച്ചിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കത്തിലെ വാചകം ഇപ്രകാരമായിരുന്നു, മിൻ അബ്ദില്ലാഹി ഉമർ ബിനുൽ ഖത്താബി അമീരിൽ മുഅ്മിനീന ഇല നീൽ മിസ്രി അമ്മ ബാദ് ഫൈൻ കുന്തി തജ്രി മിൻ ഖബലിക ഫലാ തജ്രി വൈൻ കാന അല്ലാഹു യുജ്രീക ഫഅസ്അലുൽ വാഹിദിൽ ഖഹാർ ഐ യുജ്രീക. നൈൽ നദി, നീ നിന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഒഴുകുന്നതെങ്കിൽ നീ ഒഴുകാതെ നിൽക്കുക. അതല്ല, നിന്റെ ഒഴുക്കുന്നത് അള്ളാഹു ആണെങ്കിൽ വാഹിദും ഖഹാറുമായ അള്ളാഹുവിനോട് നിന്നെ ഒഴുക്കാൻ ഞാൻ ആവശ്യപ്പെടുന്നു. ഈ സംഭവം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കറാമത്തായിരുന്നു. ജീവിതകാലത്തന്നെ പോലെ മഹാത്മാക്കൾക്ക് മരണാന്തരവും കറാമത്തുകൾ ഉണ്ടാകുന്നതാണ്. ഇനി നമുക്ക് പാഠഭാഗത്തിലെ തെദ്രീബാത്ത് നോക്കാം. തെദ്രീബാത്തിലെ 1ാം ഭാഗം ഉത്തരം പറയാം. ചോദ്യം 1, കറാമത്ത് എന്നാൽ എന്ത്? ഉത്തരം, ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങൾക്കാണ് കറാമത്ത് എന്ന് പറയുന്നത്. ചോദ്യം 2, ഔലിയാക്കളോട് ശത്രുത കാണിക്കുന്നവരെ കുറിച്ച് അള്ളാഹു എന്താണ് പറഞ്ഞത്? ഉത്തരം, മൻ ആദലി വലിയം ഫഖദ് ആദൻതുഹു ബിൽ ഹർബി. ഇതിൻ്റെ അർത്ഥം, എൻ്റെ വലിയനോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ചോദ്യം 3, ഉമർ റളിയല്ലാഹു അൻഹു ഈജിപ്തിലെ ഗവർണറായി നിയമിച്ചു. ആരെ? ഉത്തരം, അംറു ബിനുൽ ഹാസ് റളിയല്ലാഹു അൻഹുവിനെ. ചോദ്യം 4, ആരാകുന്നു ഔലിയാക്കൾ? ഉത്തരം, അള്ളാഹുവിനെ സാധ്യമാകും വിധം മനസ്സിലാക്കുകയും സൽക്കർമ്മങ്ങളിൽ നിന്ന് മുഴുകുകയും തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്നവരാണ് ഔലിയാക്കൾ. ചോദ്യം 5,
നൈലിൽ ഇടാൻ നിർദ്ദേശിച്ചുകൊണ്ട് എന്തായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു എഴുതിയത്? ഉത്തരം മിൻ അബ്ദില്ലാഹി ഉമർ ബിൽ ഹത്താബി അമീരിൽ മുഅ്മിനീൻ ഇലൽ നൈൽ മിസ്രി അമ്മാ ബഅദ് ഫൈൻ കുന്തി തജ്രി മിൻ ഖബലിക ഫലാ തജ്രി വൈൻ കാന അല്ലാഹു യുജ്രീക ഫഅസ്ലലുൽ വാഹിദിൽ ഖഹാരി അയ്യുജ്രീക. നൈൽ നദി, നീ നിന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഒഴുകുന്നതെങ്കിൽ നീ ഒഴുകാതെ നിൽക്കുക. അതല്ല, നിന്നെ ഒഴുകുന്നത് അല്ലാഹുവാണെങ്കിൽ വാഹിദും ഖഹാറുമായ അല്ലാഹുവിനോട് നിന്നെ ഒഴുക്കാൻ ഞാൻ ആവശ്യപ്പെടുന്നു. ഇനി തദ്രീബാത്തിലെ രണ്ടാം ഭാഗം സാരം പറയുക. 1. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഇതിൻ്റെ സാരം: തീർച്ചയായും അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ അവർക്ക് യാതൊരു ഭയവുമില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. ഇനി നമുക്ക് പാഠഭാഗത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം. 1. വലിയ എന്ന പദത്തിൻ്റെ ബഹുവചനമാണ് എന്ത്? ഉത്തരം ഔലിയാഹ്. 2. യാതൊരുവിധ ഭയവും ദുഃഖവും അവർക്കുണ്ടാകില്ല. ആർക്ക്? ഉത്തരം അല്ലാഹുവിൻ്റെ ഔലിയാക്കൾക്ക്. 3. ഈജിപ്തിലെ ഗവർണറായ അംർ ബിൻ ഹാസ് റളിയല്ലാഹു അൻഹുവിനോട് ജനങ്ങൾ എന്ത് പറഞ്ഞു? ഉത്തരം നൈൽ നദിക്കൊരു പതിവുണ്ട്, ഓരോ വർഷവും സുന്ദരിയായ ഒരു പെൺകുട്ടി അണിഞ്ഞൊരുക്കി നൈലിൽ ഇടണം, എങ്കിൽ മാത്രമേ അത് ഒഴുകൂ. 4. ഈജിപ്തിലെ ഗവർണർ ഉമർ ബിൻ ഹാസ് റളിയല്ലാഹു അൻഹു ജനങ്ങളോട് പറഞ്ഞ മറുപടി എന്ത്? ഉത്തരം പരിശുദ്ധ ഇസ്ലാം അത് അനുവദിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും നല്ലതുപോലെ പഠിക്കുക. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.